ഹായ് എല്ലാവർക്കും ഡയറ്റ് ടൂൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ BS6 ബലേനോയുടെ ഓൾ ക്ലോസ്റ്റ് വർക്കാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ വെഹിക്കിളിനും ഈ ഒരു പ്രൊസീജിയർ സെയിം തന്നെയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഓട്ടലിൻ്റെ IM608 ആണ്. അതേപോലെ തന്നെ ഓട്ടലിൻ്റെ IM508 ആണെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണലി ആവശ്യമായിട്ട് വരുന്നത് ഓട്ടലിൻ്റെ XP400 വേണം. അതേപോലെ തന്നെ APB112 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ സിമുലേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനൊപ്പം ആവശ്യമായിട്ട് വരും. ഇനി നിങ്ങൾക്ക് വർക്ക് എളുപ്പമാക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്, APB131 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡാപ്റ്റർ. ഇനി അഡാപ്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജമ്പർ കേബിളാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, ഫീമെയിൽ ടു മെയിൽ ജമ്പർ കേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ BCM വെഹിക്കിളിൽ നിന്ന് റിമൂവ് ചെയ്യാം. BCM മൊത്തം 4 സോക്കറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ ഈ കാണുന്ന ഒരു ലോക്ക് പ്രസ് ചെയ്താണ് നമ്മൾ ഇത് പുറത്തേക്ക് ഊരിയെടുക്കുന്നത്. ആദ്യം തന്നെ സോക്കറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു ലോക്ക് പ്രസ് ചെയ്യുക, എന്നിട്ട് മേളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് BCM വണ്ടിയിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അഡീഷണൽ സ്ക്രൂ ഡ്രൈവറോ മറ്റ് ടൂൾസോ ഒന്നും തന്നെ ഇത് ഊരിയെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഡാറ്റ റീഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനെ BCM ഓപ്പൺ ചെയ്യണം. പിന്നെ 4 പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കാണ് വരുന്ന ലോക്ക് റിമൂവ് ചെയ്യുക. പിന്നെ അതിനകത്ത് ബോർഡിൽ കുറച്ച് സ്ക്രൂകളുണ്ട്. അപ്പോൾ ആ സ്ക്രൂകൾ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക. ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബോർഡിനെ പുറത്തേക്ക് ഊരിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ബോർഡ് പുറത്തേക്ക് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ നമുക്ക് എങ്ങനെയാണ് XP400 ഈ ഒരു ബോർഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം എടുക്കാനായിട്ട് ഓട്ടലിലെ മാക്സിമം എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. അതിൽ ഇമ്മോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സുസുക്കി സെലക്ട് ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് ഈ ടൂള് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതിന് ശേഷം നമ്മൾ ഇതിൽ സിസ്റ്റം സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ മാനുവൽ സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഇമ്മൊബിലൈസർ കീലെസ് സിസ്റ്റം BS6 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. റീഡ് ഡീഫ്ലാഷ് ഡാറ്റ വയ ഡംപ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നതോടെ നമുക്ക് 2 ഓപ്ഷൻ വരെ, APB131 വിത്തൗട്ട് APB131. നമ്മൾ ഇതിനകത്ത് APB131 ഇല്ലാതെ യൂസ് ചെയ്യുന്ന വിത്തൗട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ BCMുമായിട്ട് നമ്മൾ XP400 കണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇമേജും ഡയഗ്രാമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന XP400 ഈ ഒരു BCMായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു കാണുന്ന BCMൻ്റെ ഈ ഒരു ലൊക്കേഷനിലാണ് മെജോറിറ്റിയും സോൾഡറിങ് പോയിന്റ്സുകളെല്ലാം വരുന്നത്. ഈ ഒരു ക്രിസ്റ്റലുള്ള ഭാഗത്താണ് സോൾഡറിങ് പോയിന്റ്സ് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ ഒരു കണക്ഷൻ ഈ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് കണക്ഷൻസ് നോക്കിയിട്ട് XP400 നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോർഡുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡാണ് സോൾഡർ ചെയ്യുന്നത്. XP400 ഈ ഒരു ഭാഗത്താണുള്ള പിന്നാണ് നമുക്ക് ജമ്പർ വയർ ഉപയോഗിച്ചിട്ട് ബോർഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരത്തിലുള്ളൊരു മെയിൽ ടു ഫീമെയിൽ ജമ്പറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ബാക്ക് സൈഡ് സോൾഡർ ചെയ്യാം. അതിനുശേഷം അത് ഇളകി പോയി കഴിഞ്ഞാൽ ഞാനൊരു മാസ്ക് ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിലുള്ള ഓരോ പോയിന്റുകളും കറക്റ്റായിട്ട് ഡയഗ്രത്തിൽ നോക്കിയിട്ട് നമ്മൾ സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനത് XP400 ആയിട്ട് കണക്ട് ചെയ്യുന്നു USB കേബിൾ ഉപയോഗിച്ചിട്ട്. ശേഷം OK കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ റീഡിംഗ് ഡീഫ്ലാഷ് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ XP400 അകത്തുള്ള ആ ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ബ്ലിങ്ക് ആകുന്നതും കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു
ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫയൽ നെയിം പ്രോപ്പറായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫയൽ നെയിമിനകത്ത് OG എന്നും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു ഫയലിനെ സേവ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ടേബിളിൻ്റെ അകത്തുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കണക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് തിരിച്ച് പഴയ പോലെ ഇതിനെ അസംബിൾ ചെയ്തെടുക്കണം. തിരിച്ച് നമ്മൾ വാഹനത്തിൽ ഇത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് മൊത്തം 4 സോക്കറ്റാണുള്ളത്. ബാക്ക് സൈഡിലെ 2 എണ്ണം, അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലെ 2 എണ്ണം. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടൂൾ കണക്ട് ചെയ്യുന്നു. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ കീ ഇല്ലാതെ ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്പോണ്ടർ ഒന്നും വയ്ക്കാതെ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് മാനുവൽ സെലക്ഷൻ BS6 ഇമ്മൊബിലൈസർ സെലക്ഷൻ എടുക്കുന്നു. അതിൻ്റെ ഓൾ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് APB112 എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ കീ സിമുലേറ്റർ, സ്മാർട്ട് കീ സിമുലേറ്റർ നമ്മൾ കണക്ട് ചെയ്ത് അയക്കണം. ഞാനത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളവിടെ S കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് പറയും നമ്മുടെ ഈ ഒരു സിമുലേറ്റർ കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു സിമുലേറ്ററിൻ്റെ കണക്ഷന് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് നമ്മൾ റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന DFlash ഫയലിനെ കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ DFlash ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് കീ സിമുലേറ്റർ കീ ആയിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിമുലേറ്റർ വെച്ചിട്ട് ഇഗ്നിഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കണം. ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് സിമുലേറ്റർ അതിനോട് ചേർത്ത് പിടിച്ചിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കി. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കീയുടെ ലൈറ്റ് അവിടെ നിന്ന് ഓഫായി പോയുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് OK പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് പിൻകോഡ് റീഡ് ആവുന്നതാണ്. നമ്മളവിടെ S കൊടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്ക് ഏത് കീ ആണോ ലേൺ ആക്കേണ്ടത് ആ കീ ഇട്ടിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ കീ റിമൂവ് ചെയ്തിട്ട് നമ്മൾ CK റിമോട്ടായിട്ടുള്ള ഇതിൻ്റെ ഒറിജിനൽ റിമോട്ടിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കുന്നു. എന്നിട്ട് OK പ്രസ് ചെയ്യുന്നു. അപ്പോൾ കീ ലേണിംഗ് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കീ പ്രോഗ്രാം ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വേണ്ട എന്നുള്ള രീതിയിൽ നോ പ്രസ് ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ഓപ്ഷൻസും സക്സസ് എന്നാണ് വന്നേക്കുന്നത്. നമ്മൾ ഇഗ്നിഷൻ ഒന്ന് ഓഫ് ചെയ്യുന്നു. കീ പുറത്തേക്ക് വരുന്നു. റിമോട്ടിൻ്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നു. കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് കീ ഇൻസേർട്ട് ചെയ്യുന്നു. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ BS6 വെഹിക്കിളിൻ്റെ ഓൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് APB112 സിമുലേറ്റർ ആണ്. അതേപോലെ XP400 ആണ് വേണ്ടത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡയറക്ട് ടൂൾസ്.